നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടൊരു ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? വാ. കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി ഡക്കിലോട്ട് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരിഞ്ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി, ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, കറി ലീവ്സ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒരു കുക്കറിലിട്ട് 2 വിസിൽ വരെ കുക്ക് ചെയ്യാവേ. നന്നായി ചൂടായ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, നീളത്തിലരിഞ്ഞ സവോള, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഗോൾഡൻ കളർ ആകുന്നവരെ നന്നായി വാട്ടിയെടുക്കാവേ. നന്നായി വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് വെച്ച് ഇത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാവേ. ഇപ്പം നമ്മുടെ തക്കാളിയും സവോളയും നന്നായി ഇതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനായി മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല എന്നിവ പാനിൻ്റെ ഒരു സൈഡിലിട്ട് ചെറു തീയിൽ നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാവേ. ഇനി കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന താറാവിൻ്റെ സ്റ്റോക്ക് ഈ ഗ്രേവിയിൽ ഒഴിച്ച് നന്നായി വറ്റിച്ചെടുക്കാവേ. ഇതിലോട്ട് കോക്കനട്ട് മിൽക്കും കറി ലീവ്സും താറാവിൻ്റെ ബാക്കിയുള്ള മീറ്റും കൂടെ ചേർത്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം നന്നായി കുക്ക് ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് നമുക്ക് ഈ കറി റോസ്റ്റ് ഫിനിഷ് ചെയ്യാവേ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, അടിപൊളി. മസ്റ്റ് ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യണേ. അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.